രാവിലെ തന്നെ നല്ല കട്ടൻ ചായയും ലഡുവാണ് കഴിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പണികളുണ്ട്, ഇന്നൊരു കല്യാണമുണ്ട്. സമയം ഇപ്പോൾ 9:15 കഴിഞ്ഞു. രണ്ടാമത് ചുട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്ക് നല്ല ചട്നിയും കൂട്ടിയിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യ ഉണ്ട്. അപ്പോൾ ഒരുപാട് കഴിച്ചാൽ നമുക്ക് സദ്യ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് 2 എണ്ണം കഴിക്കാം. നമ്മുടെ നിലുമോള് ഫുഡ് കഴിക്കുകയാണ്. അവളെ കഴിയുമ്പോഴത്തേനും ഞാൻ കഴിച്ച് ഞാൻ പോയി റെഡി ആകുമ്പോഴത്തേനും അവളെ കുളിപ്പിച്ച് സെറ്റാക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. വളരെ സിമ്പിളായിട്ടൊരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. കാരണം മോളിനെ കൊണ്ടാണ് ഒരു കല്യാണത്തിന് പോണത്. ഇന്നൊന്നും ഇല്ലാണ്ടാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കുറേ കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, നമ്മൾ ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളിന്ന് പോകുന്നത്. മോളുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഗൈസ്, നമ്മളിവിടെ പോസ്റ്റാണ്. നമ്മൾ റെഡിയായി 9:00 അവർ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയായി നിൽക്കാൻ തുടങ്ങി ഒരു 15 മിനിറ്റ്. 9:00 അവർ ഇറങ്ങും, ഇവിടെ ഒരു 10 മണിക്ക് എത്തും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 10 മണിക്ക് റെഡിയായി. ഇപ്പോൾ 10:15 സമയം. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെയും ഒരു ഹാഫ് ആൻ അവർ എടുത്തും ഇവിടെ എത്താൻ. അപ്പം നമുക്ക് ആ ഒരു ടൈമും കൂടെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യുകയാണെങ്കിൽ മോളുണ്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ചെയ്യാമെന്ന് നോക്കണം. അപ്പം അതൊന്ന് എടുത്തിട്ട് പോകാൻ നേരത്തുള്ള കാഴ്ചകൾ പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പോയിട്ട് ആ വീഡിയോ എടുക്കട്ടെ. അത് എടുക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് വരും. പ്ലസ് ഷോർട്സിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് അവർ വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ എല്ലാ ഭാഗവും റെഡി ആവാം. എന്നിട്ട് നമ്മൾ നിലവിലിനെ എടുത്തിട്ട് പോവാണ്. നമ്മൾ കല്യാണത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ അത് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറി. ഇനി ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രാർത്ഥന. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഷാനിബയുടെ വണ്ടിയിലാണ് നമ്മൾ പോണത്. നമ്മൾ പ്രാർത്ഥനേനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മണ്ഡലത്തിലേക്ക് പോകാൻ. അപ്പോൾ പ്രാർത്ഥനയുടെ മേഴ്സി കോളേജിൻ്റെ അവിടെയാണ് അവൾ ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. നമുക്ക് നോക്കാം, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അവളെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. സോ ഗൈസ്, അതാണ് പ്രാർത്ഥന വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവളെ എടുക്കാം. നമ്മൾ മണ്ഡലത്തിലെത്തി. ഉണ്ട് മായ ആൻഡ് പ്രിൻസ്. അപ്പോൾ മായയാണ് നമ്മുടെ ഫ്രണ്ട്, നമ്മളുടെ കോളേജിൽ പഠിച്ചതാണ്. അപ്പം ഞാൻ ഡെലിവറിക്ക് ശേഷം അങ്ങനെ കല്യാണങ്ങൾക്കൊന്നും പോയിട്ടില്ല കുറേ ആയിട്ട്. അപ്പോൾ ഡെലിവറിക്ക് മുമ്പാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് പോയത് കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഈ കല്യാണത്തിന് പോണത്. അപ്പോൾ അവിടെ മുഹൂർത്തമാണ്. അപ്പോൾ താലിക്കെട്ടിൻ്റെ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളവിടെ പോയിട്ട്
ജസ്റ്റ് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഉള്ളിലേക്ക് കടന്നു. ഇവിടെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ലേറ്റല്ല, എന്നാൽ ഒരുപാട് നേരത്തെയോ അല്ല. ഏകദേശം ഒരു മോഡറേറ്റ് സമയത്താണ് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അവിടെ എന്താണ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവർ സ്റ്റേജിൽ പെണ്ണും ചെക്കനും ഇരിക്കുന്നുണ്ട്. മായയും ഡ്രീംസിനും സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. നല്ല ക്രൗഡഡാണ്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റിൽ ഒരു ഭാഗത്ത് പോയിട്ടൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അതാണ് നല്ലത്. കാരണം സെൻറ്ററിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർക്കും അത് ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരു സൈറ്റിലേക്ക് വന്നിട്ട് നോക്കണം എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ വാച്ച് ചെയ്യാണ്. കണ്ട ഭയങ്കര ക്രൗഡഡാണ്. ആസ് യൂഷ്വൽ കല്യാണങ്ങളാകുമ്പോൾ ക്രൗഡഡ് ആയിരിക്കും. സോ പ്രാർത്ഥന നിൽക്കുന്നുണ്ട് ഇവിടെ. പ്രാർത്ഥനയാണ് ഞാൻ ചുമ്മാ കളിയാക്കിയായിരുന്നു യൂട്യൂബിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തൊരു എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പോയി കല്യാണങ്ങൾക്കൊന്നും കണ്ടിട്ടില്ല. എന്തോ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എണീച്ച് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമ്മൾ സൈലൻ്റായിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുമായിരുന്നു. എന്താ സംഭവം, നമുക്കും ക്യൂരിയോസിറ്റി. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു സംഭവം ഒരു കല്യാണത്തിന് പോയിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഇതുവരെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനും എൻ്റെ ടീച്ചേഴ്സിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊന്നും ഇങ്ങനൊരു ചടങ്ങ് കണ്ടിട്ടില്ല. പിന്നെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് കല്യാണത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ, കല്യാണത്തിന് വന്ന എല്ലാവർക്കും കല്യാണം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആസ് യൂഷ്വൽ കല്യാണ മണ്ഡപത്ത് കയറി കഴിഞ്ഞാൽ ക്യാമറാമാൻമാരുടെ ബാക്ക് സൈഡ് കാണലായിരിക്കുമല്ലോ. അതായത് ക്രൗഡഡ് ആയിരിക്കും ഭയങ്കരമായിട്ട്. അവർ സ്റ്റേജിലിങ്ങനെ നിറഞ്ഞു നിന്ന് വന്നാൽ നമുക്കൊന്നും കല്യാണം കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഞാൻ 2 അങ്കിൾമാരെ കാണിച്ചു തന്നില്ല. അവർ ഞാൻ കുട്ടനെയും കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് എണീച്ച് തന്നാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് താങ്ക് യു പറയുകയാണ്. നമുക്ക് നേരിട്ട് ഇപ്പോൾ പറയാൻ പറ്റി. എന്നാലും പിന്നെ കണ്ടോ, നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല വൃത്തിക്ക് മാല ഇടുന്നതുമെല്ലാം. ഇപ്പോൾ താലികെട്ട് നടക്കുകയാണ്.
അപ്പോൾ കെട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂഷ്വലി എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. ഫുഡ് എവിടെയാണ് കിട്ടുകയെന്ന് അന്വേഷിച്ച് പോവുകയാണ്. നമുക്ക് ഓൾറെഡി നമ്മളറിയാം, നമ്മൾ താഴ്ന്ന വരുമ്പോൾ ഫുഡിൻ്റെ സെക്ഷനിൽ കൂടെയാണ് വന്നത്. പക്ഷെ അത് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. നമ്മളീ പോകുന്ന ആൾക്കാരുടെ പിന്നാലെ പോയിട്ട് കണ്ടുപിടിക്കാം എന്ന രീതിക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം പോയിട്ട് എവിടെയാണ് എന്താണ്. സോ ആൾക്കാരും അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ ഇതേപോലെ നമ്മളെപ്പോലെ വഴി അറിയാതെയാണ് ഈ സ്ട്രീറ്റ് വരുന്നത്. ശരിക്കും ഉള്ളിൽ നിന്ന് തന്നെ ഹാളിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. സോ ആ വഴി വന്ന ആൾക്കാരൊക്കെ കയറി ഓൾറെഡി ഫസ്റ്റ് പന്തി ഫിൽഡാണ്. അപ്പോൾ അത്രയും ആൾക്കാർ 100 ആൾക്കാർ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല വലിയൊരു ഡൈനിങ് ഹാളായിരുന്നു. പക്ഷെ ഓൾറെഡി ഫുൾ ഫിൽഡാണ്. അപ്പം നമ്മൾ ഓക്കെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ദെൻ നമ്മളായിരുന്നു അടുത്തതിലിരുന്ന്. അപ്പോൾ നല്ല അടിപൊളി ഫുഡുകളൊക്കെ വന്നു. പിന്നെ നല്ല അടിപൊളി സദ്യ. അപ്പോൾ സദ്യയുടെ ഫുൾ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം മോളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് മോളുള്ളപ്പോൾ ഫുഡ് കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളൊരു കോർണറിൽ പെട്ടതുകൊണ്ട് ഈ സംഭവങ്ങൾ വരാൻ ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ കുറേ പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. കുട്ടീനെ വെച്ചിട്ടാണെങ്കിലും ഫോൺ പിടിച്ചിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ നമുക്ക് ഇടയിൽ പ്രാർത്ഥന ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവങ്ങൾ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല അറേഞ്ച്ഡാണ്, അവർ നന്നായി ചെയ്യുന്നുണ്ട്. അതല്ല, നമ്മളൊരു കോർണറിൽ പെട്ടതിന് അത് എല്ലാ കല്യാണങ്ങൾക്കും ഒരു കോർണറിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സദ്യ കിട്ടൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇത് കാണുന്ന കാറ്ററിംഗ് സർവീസുകാരുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, 2 സൈഡിൽ നിന്നും വിളമ്പാനുള്ള വല്ല ഏർപ്പാടും ഉണ്ടാക്കണം. കാരണം എപ്പോഴും ഒരു സൈഡിൽ നിന്ന് വിളമ്പി വരുമ്പോൾ നമുക്ക് നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോഴത്തേനും പായസം കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് ഞാൻ 2-3 കല്യാണത്തിന് പോയിട്ടിപ്പോൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ പറയുന്ന സമയത്ത് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ചോറ് തിരിച്ച് കിട്ടാതിരിക്കുക, കറി കിട്ടാതിരിക്കുക എന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ കല്യാണത്തിൻ്റെ അല്ല പറയുന്നത്, പൊതുവേ എല്ലാ കല്യാണത്തിന് പോകുമ്പോഴും. ഇപ്രാവശ്യം എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചേച്ചിമാരൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ചോറ് പറയുമ്പോഴത്തേനും അവരെന്നെ പോയി, ആരും കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരെന്നെ പോയി എടുത്തിട്ട് വരുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സർവീസായിരുന്നു അവരുടെ. പൊതുവേ ഞാൻ വിചാരിച്ചിട്ടുള്ളത്, ഞാൻ ഇത് കയറുന്നതിന് മുമ്പേ ഫ്രണ്ട്സിലെല്ലാം പറഞ്ഞു, ചേച്ചിമാർ വിളമ്പുന്നത് ശരിയാവില്ല, ചേച്ചിമാർക്ക് ഭയങ്കര ഉഷാറുണ്ടാവില്ല, മെല്ലെ ഇതാക്കുള്ളൂ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഈ ചേച്ചിമാർ തകർത്തറിഞ്ഞു. ചേച്ചിമാരുടെ അടുത്ത് ഫുഡ് ചോദിക്കുമ്പോൾ തന്നെ അവർ വിളിക്കും, ആൾ വന്നില്ലെങ്കിൽ അവരെന്നെ പോയിട്ട് അവരുടെ കയ്യിലുള്ള സാധനം വെച്ച് ചോറും കറിയും ഒക്കെ നമുക്ക് എടുത്ത് കൊണ്ടുവന്നു തരുമായിരുന്നു. നല്ല ചേച്ചിമാർ, നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ സദ്യയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. നിറയെ കൂട്ട് കറികളുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, രസം, മോര്, പിന്നെ പായസം. അപ്പോൾ ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിന് ശേഷം ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ മോളുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കൽ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ പായസം കൊണ്ടുവരണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പോയി കൈ കഴുകിയിട്ട് വന്നതാണ്, കാരണം മോളിനെ വെച്ച് നടക്കില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പോയിട്ട് അവളിനെയും കൈ കഴുകി കൊടുത്ത് ഒക്കെ വന്ന് രണ്ടാമത് നമ്മൾ ഇവരുടെയും അവരുടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് അവരെ വിളിച്ച് ഹാൻഡ് വാഷ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹാളിലേക്ക് വന്നു. കാരണം നമ്മൾ വന്ന വിവരം നമ്മൾ മൈനൊന്ന് അറിയിക്കണമല്ലോ. നമ്മൾ വരിക ഫുഡ് കഴിക്കാൻ പോവല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ആളിനൊന്ന് അറിയിക്കണം നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒന്ന് സ്റ്റേജിൽ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥനേൻ്റെ അടുത്ത് മോള് കുറച്ചൊക്കെ സെറ്റായിരുന്നു. അവൾ വിളിച്ച് കളിപ്പിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് പോലും ഒക്കെ ആയിട്ട് അതൊന്ന് സെറ്റായി. നമ്മൾ മെല്ലെ മെല്ലെ ഫ്രണ്ടിലേക്ക് കയറി, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നീലു ഷാനിയുടെ ബാഗും വെച്ച് ഒരേ കളിയായിരുന്നു, എന്തൊക്കെയോ കാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിന് ശേഷമുള്ള വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെ ഫോട്ടോ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. സോ അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു കൊറിയർ വരാനുണ്ടായിരുന്നു. ഞാൻ കൊറിയറൊക്കെ എടുത്ത് വീട്ടിൽ പോയി ഫ്രഷപ്പായി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നീട് എനിക്ക് കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടു സബ്സ്ക്രൈബ്.